ഹായ്, ഇന്നൊരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ കേട്ടോ. റിവ്യൂ എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു പ്രോഡക്റ്റിൻ്റെ വിശേഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു. നമുക്ക് എപ്പോഴും ഇങ്ങനെയുള്ളൊരു സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും അല്ലേ. പ്രത്യേകിച്ച് നല്ല ക്ലോസ് ഫ്രണ്ട്സൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് എന്ത് ഗിഫ്റ്റ് കൊടുക്കണം, അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഗിഫ്റ്റ് കൊടുക്കണം എന്നൊക്കെ നമുക്ക് ആഗ്രഹം തോന്നും. അങ്ങനെ ഞാൻ സെർച്ച് ചെയ്തിട്ട് നെസ്റ്റാസിയ എന്ന് പറയുന്ന ഒരു സൈറ്റിൽ നിന്നാണ് ഞാൻ ഈ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചത്. ഇതൊരു വേറൊന്നുമല്ല, ഒരു സ്റ്റാച്ചു ആണ്, ഒരു ചെറിയ ഏഞ്ചലിൻ്റെ സ്റ്റാച്ചു. സൈറ്റിൽ ഇതിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഈ ഓൺലൈൻ പർച്ചേസിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റ് കൈ കിട്ടുന്നത് വരെ ഒരു ടെൻഷനായിരിക്കും അല്ലേ, എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ. പക്ഷേ കൈ കിട്ടിയപ്പോഴാണ് ഞാൻ വിചാരിച്ചേക്കാൾ ഒരു 10 ഇരട്ടിയെങ്കിലും ഭംഗി അതിന് കൂടുതലാണ്. വളരെ ക്യൂട്ടായിട്ടുള്ളൊരു പ്രതിമയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യാം. നമുക്ക് സ്വന്തമായിട്ട് തന്നെ നമ്മുടെ ഒരു ഹോം ഡെക്കറായിട്ട് വാങ്ങിക്കാനോ അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവർക്ക് ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ നല്ല ഒരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ നമുക്കതിൻ്റെ വിശേഷങ്ങളൊന്ന് കണ്ടിട്ട് വരാം. ഇതാണ് ഞാൻ പറഞ്ഞ ഏഞ്ചലിൻ്റെ സ്റ്റാച്ചു. വളരെ മനോഹരമായ ചിറകുകളൊക്കെ ഉള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഫെയറി. ഇതിൻ്റെ ഫേസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, നല്ല ജീവൻ തുളുമ്പുന്ന ഒരു മുഖമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സ്റ്റാച്ചുവിൻ്റെ പോസ്റ്ററാണ്. നെഞ്ചിലിങ്ങനെ കൈ ചേർത്ത് കണ്ണടച്ച് മറ്റെല്ലാം മറന്ന് നെഞ്ചുരുക്കി അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആ ഒരു രൂപം. ഈ ഒരു സ്റ്റാച്ചുവിനെ കാണുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലും ആ ഒരു ഡിവൈൻ വൈബ് വർക്ക് ചെയ്യും. ഈ ഒരു സ്റ്റാച്ചു നമുക്ക് ടേബിൾ ടോപ്പ് ഡെക്കറേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഷെൽഫിലോ നീഷിലോ ഒക്കെ നമുക്കിത് പ്ലേസ് ചെയ്യാം. പക്ഷേ എനിക്ക് ഏറ്റവും സ്യൂട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ പ്രെയർ റൂമിൽ ഒക്കെ വെക്കാനായിട്ടാണ്. വെക്കുമ്പോൾ അതിന് കിട്ടുന്ന ഒരു ഡിവൈൻ ചാം ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ഫേസിൻ്റെ ആ ഒരു കാംനെസ്സാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. ഒരു ഹെവൻലി പീസ് തന്നെ അല്ലേ. ഈ സ്റ്റാച്ചുവിൻ്റെ ഹൈറ്റ് 21 സെൻറ്റിമീറ്റർ ആട്ടോ. 21 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ്. എൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റർ. നമുക്ക് ഈ സൈറ്റിൽ പല സൈസിലുള്ള സ്റ്റാച്യൂസ് അവൈലബിൾ ആണ്. അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ഉയരം കൂടിയ സ്റ്റാച്ചുവിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ ആണ്. ഞാൻ വാങ്ങാൻ നോക്കുമ്പോൾ അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നെക്സ്റ്റ് വലുത് വാങ്ങിച്ചത്. ഏറ്റവും ചെറിയ സ്റ്റാച്ചുവിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു 11 സെൻറ്റിമീറ്റർ ആണ്. പല സൈസിലെ സ്റ്റാച്യൂസ് ഒരു 3-4 ഒന്നിച്ച് വാങ്ങുവാണെങ്കിലും അത് നമുക്കിങ്ങനെ പെയർ ചെയ്ത് വെച്ചാലും അത് വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഞാനിതുപോലെ പ്രതിമകൾ വാങ്ങുന്ന അവസരത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന അതിൻ്റെ ഓരോ ഫീച്ചേഴ്സിൻ്റെയും പ്രപ്പോർഷനാണ്. ഇതിൻ്റെ ആ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ജീവനുണ്ടെന്ന് നമുക്ക് തോന്നും. ഇതാണ് അതിൻ്റെ ഒരു സൈഡിൽ നിന്നുള്ള ഒരു കാഴ്ച. വളരെ ബ്യൂട്ടിഫുള്ളാണോ ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും. ആ വിങ്സിൻ്റെ ക്ലോസപ്പ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അതിലുള്ള ഫെതേഴ്സിൻ്റെ മൈന്യൂട്ട് ഡീറ്റെയിലിംഗ് വരെ പെർഫെക്റ്റ് ആണ്. ഈ മാലാഖയുടെ തലയിലൊരു ഫ്ലവർ റീത്തൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം എന്താ പറഞ്ഞാൽ അതിൻ്റെ വർക്കൊക്കെ വളരെ പെർഫെക്റ്റാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കവിളൊക്കെ കണ്ടു. കുഞ്ഞു കുട്ടികളുടെ കവിളിൽ നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചീക്സാണ്. വളരെ ഓമനത്വം തുളുമ്പുന്ന ഒരു മുഖമാണ്. ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് അറിയാം, പല പ്രതിമകളുടെയും ബാക്ക് സൈഡ് എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടി വെക്കുന്നതായിരിക്കും. പക്ഷേ ഇതിൻ്റെ ബാക്ക് സൈഡ് കണ്ടോ, അവിടെ പോലും എന്താ പറയുക, അത്രയ്ക്ക് പെർഫെക്റ്റാണ്. യാതൊരു ഫ്ലോസും ഇല്ല. ഓരോ മൈന്യൂട്ട് ഡീറ്റെയിലിങ്ങും അത്രമേൽ ശ്രദ്ധിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് മെറ്റീരിയൽ റെസിനാണ്. കണ്ടോ, ഇതിൻ്റെ താഴ്വശത്ത് ഒരു റബ്ബറിൻ്റെ ഒരു 4 ബട്ടൺസ് പോലെ ഉണ്ട്. അത് നമുക്ക് ടേബിളിലോ എവിടെയെങ്കിലും വെക്കുമ്പോൾ അത് തെന്നി വീഴാതിരിക്കാനും ഒരു ഗ്രിപ്പ് കിട്ടാനും വേണ്ടിയിട്ടാണ് അതൊക്കെ. അതുകൊണ്ട് നമുക്ക് എവിടെയും ധൈര്യമായിട്ടൊക്കെ വെക്കാം. ഇത് ഓർഡർ ചെയ്യുമ്പം എൻ്റെ മറ്റൊരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയും ഫ്രജൈലായിട്ടുള്ള ഒരു സാധനം എങ്ങനെ ഇവർ സേഫായിട്ട് എനിക്ക് എത്തിക്കും എന്നുള്ളതായിരുന്നു. പക്ഷേ ഇവരുടെ പാക്കിംഗ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് എന്ന് തന്നെ പറയണം. തെർമോക്കോളും ബബിൾ പാക്കിങ്ങും ഒക്കെ ഉപയോഗിച്ച് വളരെ പെർഫെക്റ്റായിട്ടും വളരെ സേഫായിട്ടാണ് എനിക്ക് കിട്ടിയത്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതിൻ്റെ മെറ്റീരിയൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റെസിനാണ്. അതുകൊണ്ട് തന്നെ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. അതുപോലെ തന്നെ ഈ സ്റ്റാച്ചു പ്യുവർ വൈറ്റിലും കിട്ടും, ക്രീം കളറിലും കിട്ടും. ഞാനിപ്പോൾ ഈ വാങ്ങിച്ചിരിക്കുന്നത് പ്യുവർ വൈറ്റിലാണ്. ഈ ഒരു ഫെയറി സ്റ്റാച്ചു ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങിക്കോളൂ കേട്ടോ. ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് ദിസ് വീഡിയോ. ഇതുപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ബൈ.